അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ചുല്ലസിക്കും. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് നൽകുന്ന വലിയ സ്നേഹത്തിനെയും കരുതലിനെയും ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ഹൃദയം നിറഞ്ഞ് ആനന്ദിക്കുന്നു. വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ദിവ്യകാരുണ്യത്തെ ഈ സായാഹ്നത്തിൽ ആരാധിക്കാൻ എനിക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ദിവ്യകാരുണ്യത്തെ ഈ സായാഹ്നത്തിൽ ആരാധിക്കാതിരിക്കാൻ എനിക്ക് അവകാശമില്ല. ഈ ഒരു ദിനം കർത്താവ് എന്തുമാത്രം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യ സ്നേഹത്തെ ഓർത്ത് പരിശുദ്ധവാനിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആരാധന 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 ആരാധന. കർത്താവ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നന്ദി പറയാം.
ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് വിശ്രമിക്കുവാൻ അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ കരുതലിലേക്ക് എന്നെ ചേർത്ത് നിർത്തണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. വണങ്ങുന്നു ഞാൻ പ്രിയനേ. കരുണാനായ കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. സന്തോഷിച്ച നിമിഷങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സന്തോഷിച്ചപ്പോഴും മാറി നിന്ന് കരഞ്ഞുപോയ നിമിഷങ്ങളുണ്ട്. ആരുമറിയാതെ കർത്താവേ, അങ്ങന്റെ കണ്ണുനീർ തുടച്ചു മാറ്റിയല്ലോ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇരുകാലം ഈശോയ്ക്ക് തന്നെ കണ്ണ് തുറന്ന് നമുക്ക് നോക്കി അവിടുത്തെ സ്നേഹം അനുഭവിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈശോയുടെ തിരുമുൻപിൽ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെന്നോർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. സായാഹ്ന ചിന്തയായി മത്തായി സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായം 38 മുതലുള്ള തിരുവചനം നമ്മളിങ്ങനെ വായിക്കുകയാണ്. തിന്മയെ നന്മ കൊണ്ട് നമ്മൾ ജയിക്കണം. അതാണ് തിരുവചനം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. വചനം ഇങ്ങനെയാണ്: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കണ്ണ് തടിക്കുന്നവന് മറ്റേ കണ്ണം കൂടി കാണിച്ചു കൊടുക്കണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിന്ന് അവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ പ്രവർത്തിക്കാൻ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളോട് തിന്മ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോയേക്കാം. എങ്ങനെയാണ് നമ്മളോട് തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോട് തിരിച്ച് നന്മ പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക? അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഒരുപക്ഷെ നമ്മുടെ മാനുഷികതയിൽ, നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയോട് തിരിച്ചതേ നാണയത്തിൽ തിരിച്ച് തിന്മ ചെയ്യാനൊരു പ്രേരണ നമുക്കുണ്ടാവാം. അതുകൊണ്ടാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. നമ്മളോട് തിന്മ ചെയ്യുന്ന വ്യക്തികളോട് ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ ഈ വചനത്തെ ഒന്ന് ഗ്രഹിക്കാൻ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യൻ നിന്നെ കള്ളൻ എന്ന് വിളിക്കുകയാണ്. തീർച്ചയായും അത് നിന്നെ വേദനിപ്പിക്കും. പക്ഷേ നിന്നെ ആ വ്യക്തി കള്ളൻ എന്ന് വിളിക്കുമ്പോൾ നീ ആദ്യം ചിന്തിക്കണം, നീ മോഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ തിരുത്തണം. കാരണം ആ പേര് നിന്നെ വിളിക്കാൻ കാരണം നിന്റെ തിന്മ പ്രവൃത്തിയാണ്. ആ തിന്മ പ്രവൃത്തി നീ ഉപേക്ഷിക്കണം. ഇനി വീണ്ടും നിന്നെ കള്ളനെന്ന് വിളിച്ചു, പക്ഷെ നീ നിന്നെ തന്നെ ആത്മശോധന ചെയ്തു, ഇല്ല, നീ മോഷ്ടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി പറയുന്നത്
രണ്ട് തരത്തിലാവാം. ഒന്ന്, ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ കൊണ്ട് നിന്നെ കള്ളൻ എന്ന് വിളിച്ചതായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും നീ ആ വ്യക്തിക്ക് തിരുത്തി കൊടുക്കണം. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, കള്ളത്തരം കാണിച്ചിട്ടില്ല, നിന്റെ സത്യാവസ്ഥ നീ ആ വ്യക്തിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായും ആ വ്യക്തി തെറ്റിദ്ധാരണ കൊണ്ടാണ് വിളിക്കുന്നതെങ്കിൽ ആ വ്യക്തി അത് തിരുത്തും. തീർച്ചയായിട്ടും നിന്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി നിനക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ആ വ്യക്തി നിന്റെ നിരപരാധിത്വം മനസ്സിലാക്കാതെ വീണ്ടും നിന്നെ കള്ളൻ എന്ന് തന്നെ വിളിക്കുകയാണെങ്കിൽ, നീ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് നുണയാണ്. ആ വ്യക്തി നിന്നെ കള്ളൻ എന്ന് വിളിക്കുന്നത് നുണയായിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ ആ നിമിഷം പ്രവർത്തിക്കുന്നത് പിശാചാണ്. കാരണം ഈശോ പിശാചിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അങ്ങനെയാണെങ്കിൽ നുണയിൽ ആ വ്യക്തിയിലൂടെ നുണ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒന്നും കൂടെ ചിന്തിച്ചു നോക്കിക്കേ, നിന്റെ ശത്രു ആ വ്യക്തിയാണോ, ആ വ്യക്തിയിൽ വസിക്കുന്ന പിശാചാണോ? പിശാചാണ് എങ്കിൽ നീ ആ വ്യക്തിയെ വെറുതെ വിടുക. കാരണം എന്താണെന്നറിയാമോ? ആ വ്യക്തി നിരപരാധിയാണ്. ആ വ്യക്തിയിൽ വസിക്കുന്ന പിശാചാണ് നിന്നെ തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ നിന്നെ നുണ പറഞ്ഞുകൊണ്ട് കള്ളൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയിൽ പിശാചാണ് പ്രവർത്തിക്കുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് ഓർമ്മിക്കണം. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ആര്? പിശാച്. അങ്ങനെയാണെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ അപകീർത്തിപ്പെടുത്തുന്ന വ്യക്തി, നിന്നെ കള്ളനെന്ന് വിളിക്കുന്ന വ്യക്തി, നിന്നെ കുറിച്ച് അപഖ്യാതി പറയുന്ന വ്യക്തി, ആ വ്യക്തിയിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. ഇനി ആ വ്യക്തിയിൽ പിശാചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പൈശാചിക പീഡ മാറ്റാൻ ഞാൻ തിരിച്ച് ആ വ്യക്തിയെ കള്ളനെന്ന് വിളിച്ചാൽ, മറ്റൊരു മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ, അതിന്റെ അർത്ഥം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന അതേ പിശാച് എന്നിലേക്കും പ്രവേശിച്ചു എന്നാണ്. അതേസമയം നിന്നോട് തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയോട് നീ നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ വ്യക്തിയോട് സ്നേഹത്തിന്റെ വാക്കുകളാണ്, നന്മയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും നിന്നിലുള്ള ദൈവാത്മാവിനാൽ നിനക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയെ വീണ്ടെടുക്കാൻ തീർച്ചയായും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നിന്ന് ആത്മശോധന ചെയ്യാം. ഈ ഒരു ദിവസം പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നീ കണ്ടുമുട്ടിയിരിക്കുന്ന വ്യക്തികൾ, നിന്നോട് പല രീതിയിലൂടെ ഇടപഴകിയിരിക്കുന്ന വ്യക്തികൾ, അവരിലൂടെയൊക്കെ ഒത്തിരിയേറെ നന്മകളും തിന്മകളും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിന്നോട് തിന്മ പ്രവർത്തിച്ച വ്യക്തിയോട് ഏതെങ്കിലും തരത്തിൽ തിരിച്ച് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയോട് മാപ്പ് ചോദിക്കാം, നിരുപാധിക മാപ്പ് ചോദിക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്നോട് തിന്മ പ്രവർത്തിച്ച വ്യക്തിയോട് നന്മയോടുകൂടി നിനക്ക് വ്യാപരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം നിന്നോട് തിന്മ പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നീ പ്രാർത്ഥിക്കണം. തീർച്ചയായും ആ വ്യക്തിയെ വീണ്ടെടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. ആ വ്യക്തിയുള്ള പൈശാചികത ആ വ്യക്തിയെ വിട്ടൊഴിഞ്ഞു പോകും. നമുക്ക് ഈശോയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ തിന്മകൾ വ്യാപരിക്കുന്നുണ്ട്, അതെന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നുണ്ട്. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ എനിക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് എനിക്ക് വേണ്ടി ശരീരത്ത് മുഴുവൻ ക്ഷതമേറ്റിരിക്കുന്ന ക്രൂശിത രൂപനായ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ എല്ലാ മുറിപ്പാടിലേക്കും അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് തിരതല്ലി ഒഴുകുന്ന തിരുരക്തത്താൽ ഞാൻ സൗഖ്യമുള്ളവനായിട്ട് മാറും. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് തന്നെ നോക്കിക്കൊണ്ട്, ഈശോയെ, എൻ്റെ വ്രണിതമായ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്രൂശിതരൂപന സ്നേഹസ്വരൂപന മനസ്സിൽ നീ വരണേ ഈശോ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ,
വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. ദിവ്യകാരീശ്വരിലേക്ക് തന്നെ നമുക്ക് നോക്കാം. വലിയ കാറ്റിലും കോടിലും പെട്ട് ആടി ഉലയുന്ന ഒരു വഞ്ചിയിൽ അമരത്തീശോ തലതാച്ചുറങ്ങുമ്പോൾ ഏത് നിമിഷവും തങ്ങൾ അപായപ്പെട്ടു പോയേക്കാമെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അമരത്ത് തല ചായ്ച്ചുറങ്ങുന്ന കർത്താവിനെ അവർ കണ്ടു. അവരുടെ മനസ്സിലേക്ക് കർത്താവ് കടന്നു വന്നു. അവർ കർത്താവിനെ വിളിച്ചുണർത്തി, കർത്താവേ, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അവിടുന്ന് ഉണർന്ന് കാറ്റിനെ ശാസിച്ച് കടലിനെ ശാന്തമാക്കി അവരുടെ വഞ്ചി, ആടി ഉലയുന്ന വഞ്ചി നിലയ്ക്ക് നിർത്തുകയാണ്. കർത്താവേ, ആടി ഉലയുന്ന, ചഞ്ചലപ്പെട്ടു പോകുന്ന, പാപത്തിലേക്ക് കൂപ്പുകുത്തി പോകുന്ന എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, എന്റെ ജീവിതത്തിന്റെ അമരത്തെ തലചായ്ച്ചുറങ്ങുന്ന കർത്താവിനെ ഞാനിതാ വിളിച്ചുണർത്തുന്നു. നമുക്ക് ക്രൂശിത രൂപനായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ക്രൂശിത രൂപനാ, സ്നേഹസ്വരൂപനാ, മനസ്സിൽ നീ വരണേ. പ്രക്ഷുബ്ധമായ എന്റെ മനസ്സിലേക്ക് കടന്നു വരണമേ. ഈശോ, മനസ്സിൽ നീ ദുഃഖഭാരങ്ങൾ അകറ്റാൻ കടന്നു വരണമേ. മനസ്സിൽ നീ വരണേ, മുറിവേറ്റ ഹൃദയത്തിലേക്ക്, നീ വരണേ, ദുഃഖിതമായ എന്റെ മനസ്സിലേക്ക് നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ദിവ്യകാരീശ്വരിക്ക് തന്നെ നോക്കിക്കൊണ്ട് നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. കർത്താവേ, എന്റെ മനസ്സ് മുഴുവൻ അങ്ങ് നിറഞ്ഞു നിൽക്കണമേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, ദുഃഖഭാരങ്ങൾ വിട്ടുപോകട്ടെ, മനസ്സിൽ നീ വരണേ, അശുദ്ധ ചിന്തകൾ അകന്നു പോകട്ടെ. മനസ്സിൽ നീ വരണേ, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ എന്റെ മനസ്സിനെ ശാന്തമാക്കണമേ. മനസ്സിൽ നീ വരണേ, ആത്മഹത്യാ ചിന്തകൾ വിട്ടുപോകട്ടെ, മനസ്സിൽ നീ വരണേ, നിരാശ വിട്ടുപോകട്ടെ, മനസ്സിൽ നീ വരണേ, അസ്വസ്ഥതകൾ അകന്നു പോകട്ടെ, നീ വരണേ, മനസ്സിൽ നീ ആകുലതകൾ എന്റെ മനസ്സിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. മനസ്സിൽ നീ വരണേ, ദുഃഖഭാരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ ക്ഷണിക്കാം. നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. ആർക്കും നിന്നെ വേണ്ട എന്നുള്ള ചിന്ത നിന്നെ വിട്ടുപോകട്ടെ. മനസ്സിൽ നീ വരണേ, പിശാചിന്റെ പ്രവർത്തനങ്ങൾ വിട്ടുപോകട്ടെ. നീ വരണേ, മനസ്സിൽ നീ വരണേ, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ വിട്ടുപോകട്ടെ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. നിരാശ അകന്നു പോകട്ടെ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, ആന്തരിക മുറിവിന്റെ ദുഃഖഭാരം വിട്ടുപോകട്ടെ. നീ വരണേ, മനസ്സിൽ നീ വരണേ, അന്ധകാരീശ്വരയുടെ പ്രവർത്തനങ്ങൾ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ. നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, ചെടിക മ്ലേച്ഛതകൾ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ. നീ വരണേ, മനസ്സിൽ നീ കഴിഞ്ഞ കാല പാപത്തിന്റെ ചിന്തകൾ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ. എൻ മനസ്സിൽ നീ വരണേ, ഈശോയെ ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, ദിവികാന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോ മനസ്സിൽ നീ വരണേ, കണ്ണുകൾ അടച്ച് ദിവികാൻ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈശോ മനസ്സിൽ നീ വരണേ, അഭിഷേകത്തിലൂടെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മനസ്സിൽ നീ വരണേ, ഈശോ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ.
ഈശോ മനസ്സിൽ നീ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് വർഷിക്കപ്പെടട്ടെ. നീ വരണേ, നിന്റെ പാപബന്ധനങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ. ഈശോ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ. നമുക്ക് ദിവ്യകാരീശോയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് അവിടുന്ന് നൽകിയിരിക്കുന്ന വലിയ സന്തോഷത്തെ പ്രതി നമുക്ക് സ്തുതിച്ചു പാടാം. ഈശോയുടെ വലിയ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയട്ടെ. അവിടുത്തെ മടിത്തട്ടിൽ വിശ്രമിക്കാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ ഈശോ നമ്മെ സജ്ജമാക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് ദിവ്യകാരീശോയുടെ മുമ്പിൽ പാടി പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുമുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ സമയത്ത് പാടി പ്രാർത്ഥിക്കാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കർത്താവിന് മുമ്പിൽ ഈ സമയത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നിന്നോട് തിന്മ ചെയ്യുന്ന വ്യക്തിയോട് തിന്മ കൊണ്ട് മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ വിജയം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് നിന്നോട് പറയുന്നു, നിനക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയോട് നന്മ ചെയ്ത് നീ വിജയം നേടണം. ഇത് പരിശുദ്ധാത്മാവിന്റെ വിജയമാണ്, ദൈവത്തിന്റെ വിജയമാണ്. നിന്നോട് തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ദിവ്യകാരീശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവ് ആ വ്യക്തിയെ സ്പർശിക്കട്ടെ, ആ സാഹചര്യങ്ങളെ കർത്താവ് ഇടപെടട്ടെ. കർത്താവിന് വലിയ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരീശോയെ നമുക്ക് വീണ്ടും സ്തുതിച്ച് പാടി ആരാധിക്കാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ശത്രുകാരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ശത്രുകാരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. അഭിഷേകത്തിന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ദിവ്യകാരുണ്യ സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. തിന്മ എന്നിൽ നിന്ന് വേര് പറഞ്ഞു പോകട്ടെ. നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കഠിന ഹൃദയങ്ങളെ മഞ്ഞുപോലെ ഒരുക്കണമേ. നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. അധീരങ്ങളിൽ നിന്ന് തിന്മയുടെ കെട്ടുകൾ വിട്ടുപോകട്ടെ. ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ
പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ അനുഗ്രഹരാ